ഷാഫി പറമ്പലിനെതിരെ ഗുരുതര ആരോപണവുമായി CPIM. സ്ത്രീകളെ കണ്ടാൽ ഷാഫി ബാംഗ്ലൂരിലേക്ക് വിളിക്കും. സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ്മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നാണ് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണം. ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടം ഈ കാര്യത്തിൽ. ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാസ്റ്റർ തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഹെഡ്മാസ്റ്ററിന്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര്. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരം മിണ്ടാത്തത്. ഇക്ബാൽ അർക്കൽ, EN സുരേഷ് ബാബു വ്യക്തിയാധിക്ഷേപമാണ് നടത്തുന്നത്. എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത്? സ്മൃതി, അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികരണം തേടാൻ വേണ്ടി മാധ്യമങ്ങൾ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അദ്ദേഹം രാഹുലിൻ്റെ വിഷയങ്ങൾ, രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം പിന്നീട് ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുകയായിരുന്നു. സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ ഹെഡ്മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നും ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ അധ്യാപകരാണ്. അതുകൊണ്ടാണ് രാഹുലിൻ്റെ ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വന്ന സമയത്ത് രാഹുലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നേതാക്കൾ ആരും തന്നെ രംഗത്ത് വരാതിരുന്നത്. ഏതായാലും രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന, രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിച്ച് വിജയിപ്പിച്ച ഷാഫി പറമ്പിൽ രാഹുലും തമ്മിൽ ഈ സ്ത്രീ വിഷയത്തിൽ ഒരു കൂട്ടുകച്ചവടമുണ്ട്. രാഹുലിനെ ഇപ്പോഴും ഷാഫി സംരക്ഷിക്കുന്നതിന് കാരണം ഈ കൂട്ടുകച്ചവടമാണ്. മാത്രമല്ല, പലതവണ ഇത്തരത്തിൽ ഷാഫിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോപണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് വ്യക്തമാക്കിയില്ല. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തെ വിടും എന്നുള്ളതാണ് ഇപ്പോൾ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വിവരങ്ങൾ നൽകിയത്.